ഹായ്, ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട്. ഒരു മെഴുകുതിരി ഇവിടെ നിന്ന് കത്തുന്നു. ഈ മെഴുകുതിരിയുടെ പ്രതിബിംബം ഈ സ്ക്രീനിൽ ഉണ്ടാക്കണം. ഇവിടെയുള്ള പ്രകാശവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളിൽ ഏതെല്ലാം ഉപയോഗിച്ച് അത് സാധ്യമാണ് നമുക്ക് പരിശോധിക്കാം. സാമഗ്രികൾ: ഒരു കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ, പ്ലെയിൻ മിറർ. ആദ്യമായി നമുക്ക് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിശോധിക്കാം. ഇതാ നോക്കൂ, ആ കത്തുന്ന മെഴുകുതിരിയുടെ തല തിരിഞ്ഞ ഒരു പ്രതിബിംബം ഇവിടെ സ്ക്രീനിൽ കിട്ടുന്നു. ഈ പ്രതിബിംബം സ്ക്രീനിൽ കിട്ടുന്നു, അതുകൊണ്ട് ഇത് യഥാർത്ഥ പ്രതിബിംബമാണ്. ഒരു കോൺവെക്സ് ലെൻസ് വസ്തുക്കളുടെ യഥാർത്ഥ പ്രതിബിംബം അഥവാ റിയൽ ഇമേജ് സൃഷ്ടിക്കുന്നു. ഇനി നിങ്ങൾ നോക്കിയാൽ ഈ ലെൻസിനുള്ളിലും ഒരു പ്രതിബിംബം കാണുന്നുണ്ടാകും. ഇത് മിഥ്യാപ്രതിബിംബമാണ്. അപ്പോൾ കോൺവെക്സ് ലെൻസ് യഥാർത്ഥ പ്രതിബിംബത്തോടൊപ്പം മിഥ്യാപ്രതിബിംബവും സൃഷ്ടിക്കുന്നുണ്ട്. ഇനി നമുക്ക് കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് പരീക്ഷിക്കാം. കോൺകേവ് ലെൻസ് സ്ക്രീനിനും വസ്തുവിനും ഇടയിൽ ഏത് സ്ഥാനത്ത് വെച്ചാലും നമുക്ക് ഈ സ്ക്രീനിൽ പ്രതിബിംബം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഇവിടെ നോക്കൂ, ഇപ്പോൾ ഈ ലെൻസിനുള്ളിൽ ഒരു ചെറിയ പ്രതിബിംബം കാണുന്നുണ്ടാകും. ഇങ്ങനെ ഉള്ളിൽ കാണുന്ന സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്ത പ്രതിബിംബങ്ങളാണ് മിഥ്യാപ്രതിബിംബങ്ങൾ അഥവാ വെർച്വൽ ഇമേജസ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് വെർച്വൽ ഇമേജ് ആണ്. ഇനി നമുക്ക് ഒരു പ്ലെയിൻ മിറർ ഉപയോഗിക്കാം. നോക്കൂ, കത്തുന്ന മെഴുകുതിരിയുടെ വ്യക്തമായ പ്രതിബിംബം നിങ്ങൾക്ക് ഈ പ്ലെയിൻ മിററിൽ കാണാൻ സാധിക്കുന്നുണ്ടാകും. ഇത് മിഥ്യാപ്രതിബിംബമാണ്. ഇനി ഇതുപയോഗിച്ച് യഥാർത്ഥ പ്രതിബിംബം സൃഷ്ടിക്കാൻ കഴിയുമോ നമുക്ക് നോക്കാം. നമുക്ക് പ്രകാശം ഈ പ്ലെയിൻ മിററിൽ വീഴ്ത്തി ഇവിടെ സ്ക്രീൻ പിടിച്ച് ദൂരം ക്രമീകരിച്ച് നോക്കാം. ഈ കത്തുന്ന മെഴുകുതിരിയുടെ പ്രകാശം ഇതിൽ വീഴുന്നുണ്ട്. ഇതിൽ നിന്ന് പ്രതിപതിച്ച് ഈ സ്ക്രീനിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ പ്രതിബിംബം ഉണ്ടാകുന്നുണ്ടോ എന്നാണ് നാം നിരീക്ഷിക്കുന്നത്. ഏത് സ്ഥാനത്ത് വെക്കുമ്പോഴും പ്രതിബിംബം ഉണ്ടാകുന്നില്ല. അതേസമയം ഇതിനുള്ളിൽ നമുക്ക് പ്രതിബിംബം ലഭിക്കുന്നു. അതിൽ നിന്നും പ്ലെയിൻ മിറർ മിഥ്യാപ്രതിബിംബം മാത്രമാണ് ഉണ്ടാക്കുക, യഥാർത്ഥ പ്രതിബിംബം സൃഷ്ടിക്കില്ല എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് കോൺകേവ് മിറർ ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിക്കാം. മെഴുകുതിരിയുടെ തല തിരിഞ്ഞ ഒരു പ്രതിബിംബം ഇവിടെ സ്ക്രീനിൽ കാണാം. ഇത് സ്ക്രീനിൽ കിട്ടുന്നത് കൊണ്ട് യഥാർത്ഥ പ്രതിബിംബമാണ്. ഇനി കോൺകേവ് മിററിൽ മിഥ്യാപ്രതിബിംബം ഉണ്ടാകുമോ എന്ന് നോക്കാം. നോക്കൂ, ഈ ദർപ്പണത്തിൽ കത്തുന്ന മെഴുകുതിരിയുടെ നിവർന്ന ഒരു പ്രതിബിംബം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് കാണുന്നത് ദർപ്പണത്തിനുള്ളിലാണ്, സ്ക്രീനിലല്ല. അതുകൊണ്ട് ഇത് മിഥ്യാപ്രതിബിംബമാണ്. അപ്പോൾ ഒരു കോൺകേവ് മിറർ ഒരേ സമയം യഥാർത്ഥ പ്രതിബിംബവും മിഥ്യാപ്രതിബിംബവും ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി പരിശോധിക്കാനുള്ളത് കോൺവെക്സ് മിററാണ്. കോൺവെക്സ് മിറർ ഉപയോഗിച്ച് നമുക്ക് ഈ സ്ക്രീനിൽ പ്രതിബിംബം ഉണ്ടാക്കാൻ നോക്കാം. മിറർ ഏത് ദൂരത്തിൽ ക്രമീകരിച്ചാലും ഈ സ്ക്രീനിൽ ഒരു പ്രതിബിംബം വീഴ്ത്താൻ നമുക്ക് സാധിക്കുന്നില്ല. അതേസമയം ഈ മിററിനുള്ളിൽ നാം പ്രതിബിംബം കാണുന്നു. ഇങ്ങനെ ഉള്ളിൽ കാണുന്ന പ്രതിബിംബം മിഥ്യാപ്രതിബിംബമാണ്. അപ്പോൾ കോൺവെക്സ് മിറർ മിഥ്യാപ്രതിബിംബം അഥവാ വെർച്വൽ ഇമേജ് സൃഷ്ടിക്കുമെന്നും എന്നാൽ യഥാർത്ഥ പ്രതിബിംബം സൃഷ്ടിക്കില്ല എന്നും മനസ്സിലാക്കാം. ഈ പരീക്ഷണങ്ങളിൽ നിന്ന് നമുക്ക് എത്തിച്ചേരാവുന്ന ഒരു പൊതു നിഗമനമുണ്ട്. കോൺവെക്സ് ലെൻസ്, കോൺകേവ് ലെൻസ്, കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ, പ്ലെയിൻ മിറർ, ഈ 5 ഉപകരണങ്ങളും മിഥ്യാപ്രതിബിംബങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതേസമയം യഥാർത്ഥ പ്രതിബിംബങ്ങൾ സൃഷ്ടിക്കുന്നത് കോൺകേവ് മിററും കോൺവെക്സ് ലെൻസും മാത്രമാണ്. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബമാണ് യഥാർത്ഥ പ്രതിബിംബം. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്ത ഉപകരണത്തിനുള്ളിൽ കാണുന്ന പ്രതിബിംബമാണ് മിഥ്യാപ്രതിബിംബം.